വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡ്രസ്സ് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഹസ്ബൻഡ് ഓൾറെഡി വേറൊരു ഷോപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേറെ ഷോപ്പിൽ വന്നിട്ട് ഉപ്പാക്കിയുള്ള ഷർട്ട് സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് എടുത്തത്. പിന്നെ മോൾക്കുള്ളതും ഓൾറെഡി മുമ്പ് വൈമാളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പടക്കം കമ്പത്തിരി പൂത്തിരിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. പിന്നെ മോൻ ഭയങ്കര ഹാപ്പിയാണ് പടക്കമൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ. ഇത് മോൻ്റെ ഫുട്ബോൾ കോച്ചാണ് കേട്ടോ. അപ്പോൾ ആൾ പരിചയമുള്ള ആളാണ്, ആളായിട്ട് നല്ല കമ്പനിയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് കമ്പത്തിരിയൊക്കെ എക്സ്ട്രാ ആളുടെ വകയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ ആയുള്ളൂ കേട്ടോ. ആൾ എന്നെ മേടിച്ച് മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കമ്പത്തിരി ഒന്നും കത്തിക്കേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മോനുള്ളത് കൊണ്ട് അത് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റാഞ്ഞത് പെരുന്നാൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 30 നോമ്പൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്യൂസോയിൽ പോയിട്ട് ഷവർമ കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ ഷവർമ കഴിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ ഫ്യൂസ് ഇടമുട്ടത്താണ്, അതിന് തൊട്ടടുത്താണ് ഫുട്ബോൾ കോച്ചിങ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഷവർമ കഴിച്ചോ? ഷവർമ കഴിക്കി. പെരുന്നാളിന് അനുഭവിച്ച് അതിനുശേഷം ഒരു ബാങ്കുണ്ട്. എന്തായാലും ഈ പെരുന്നാൾ ആഘോഷത്തിന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും വീണ്ടും നിങ്ങൾക്ക് കൃത്യമായ സ്നേഹപൂർവമായ സ്നേഹസ്വമായ ഇരുപാറയ്ക്ക്. വീട്ടിലെത്തിയ ഉടനെ ഉപ്പാക്ക് ഷർട്ട് ഗിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാ ഇതിനും ഞാൻ തന്നെയാണ് ഉപ്പാക്ക് ഷർട്ട് എടുത്ത് കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് സമ്പാദിച്ച ഒരു ചെറിയൊരു സന്തോഷമാണ് ഉപ്പാക്ക് ഇത് കൊടുത്തത്. അപ്പോൾ എനിക്കതിൽ ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ വന്നു. പിന്നെ ഇത് സക്കാത്ത് അരിയാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടുക്കാനുള്ളതാണ്. അതാണ് ഓണിയുടെ ഫേവറേറ്റ്. ഓണത്തിന്റെ അടുത്ത് പുട്ടച്ചോട പേടിക്കണ്ടടാ, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അത് നല്ലോണം തൂറ്റൂട്ടാ അവൻ. അത് തൂറ്റും, തലച്ചക്രം തൂറ്റും. പേടിക്കണ്ടടാ, നല്ല നീളുണ്ട് കമ്പിക്ക്. വാ, ഉണ്ണിക്ക് വേറെ കളർ കിട്ടിയല്ല. ഉണ്ണി ഇങ്ങോട്ട് പോരെ. മൈൻഡ് മാടത്തുക്കോ, മാടത്തുക്കോ. ഹായ് പച്ച. ഹായ്, ഇതൊന്ന് കത്തിച്ചൊന്ന്. എന്നടാ പിടിച്ചോ? വേണ്ട, നീ നടക്കുമ്പോ ബാക്കിൽ മെഴുകുതിരിയൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടാ. കിട്ടി കിട്ടി. ഉണ്ണിങ്ങട് വാ, ഫ്രണ്ടി വന്നിക്കടാ. എവിടെ? ഉണ്ണിക്ക് ഭയങ്കര പേടി. എവിടെ പോകുന്നു? നമുക്ക് പേടില്ലേ? അപ്പൊ ഇത് ഡേ ആണ്. അപ്പൊ രാവിലെ തന്നെ വന്നിട്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇത് അവർക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് വെച്ചിരിക്കുകയാണ്. മോനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ഈദ് ഡ്രസ്സാണ് ഇത്. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പെരുന്നാൾ നിസ്കാരം 8 മണിക്കാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
മോൻ്റെ ഫ്രണ്ട് സിനാന്. അപ്പോൾ ഇവരാണ് തലേദിവസം രാത്രി ഞങ്ങൾ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടപ്പോൾ, തൊട്ടടുത്ത വീടാണ്, അപ്പോൾ അവർ തലേ ദിവസം വന്നിട്ട് ഫയർ വർക്ക്സിലൊക്കെ കത്തിക്കാൻ വേണ്ടി കൂടിയത്. പിന്നെ കൂടെ പോണ്ട, ഇവിടെ കയറിയെന്ന് പറയാൻ പറ്റില്ല. വയസ്സല്ലത് വയസ്സിനെ പോലെ തോന്നിയില്ലേ പെട്ടെന്ന്. ഉണ്ണി കേറാ, ഉണ്ണി വരൂ. ആ ഓടിച്ചല് അത് തന്നെ. അപ്പുസാ ഈദ് മുബാറക്. ആ ടാറ്റാ. ആ ടാറ്റാ. എന്റെ മോന്റെ ബനിയന്റെ കൈ ശരിക്കും വെച്ച് കൊടുത്തോളാം, കേക്ക് വെച്ച് കൊടുത്തോളാം. അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ആങ്ങളെ പെങ്ങളെ മരുമക്കൾസാണ്. അപ്പോൾ ഉപ്പാടെ പെങ്ങള് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ എപ്പോഴും വരാറുണ്ട്. ഇതൊക്കെ ആയിട്ട് രാവിലെ വന്നതാണ്. അപ്പോൾ ഇതാണ് പെരുന്നാൾ ഫുഡ്. ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കിയത്. എല്ലാ പ്രാവശ്യം ബിരിയാണിയാണ്, ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് പിന്നെ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചോറ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നഖത്തുമ്പിൽ മാത്രം തലേദിവസം മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൈയുടെ ഉള്ളിലും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാലുവിൻ്റെ മോനാണ് രാവിലെ ഇക്കാടെ കൂടെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. അവർ ഖബർ ദിയാറത്തിന് വേണ്ടി പോയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എല്ലാ ഇതിനും ഞങ്ങൾക്കൊരു ബീച്ച് വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ബീച്ചിലോട്ട് പോവാണ്. വെയിലൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ പോണത്. അപ്പോൾ കുറച്ച് ടീംസൊക്കെ ബീച്ചിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഫാമിലി മീറ്റപ്പ് കഴിമ്പ്രം ബീച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. അതിനുശേഷം എൻ്റെ വീട്ടിലോട്ട് ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം നേരം എൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ബാക്കി ഞങ്ങൾ കയ്യിൽ ഫയർ വർക്ക്സ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അതൊക്കെ കത്തിച്ചു. അപ്പോൾ അത് ഞങ്ങൾ കത്തിക്കണ കണ്ടിട്ട് ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലുള്ള അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സൺഡേ ഒരു കുടുംബ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഞങ്ങൾ ബീച്ചിൽ കണ്ട അവരുമായിട്ട് തന്നെ ഇക്കാടെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ഒരു കുടുംബ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അന്ന് എന്താ പറയുക വളരെയധികം മനസ്സ് നിറഞ്ഞ് എന്താ പറയുക സന്തോഷിച്ചു. നല്ല ഒരു മീറ്റപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ മീറ്റപ്പിൽ പങ്കെടുത്ത ഓരോ ഫാമിലിക്ക് ഓരോ മൊമെൻറ്റും ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ പ്രോഗ്രാംസ് കാഴ്ചവെച്ചവർക്ക് മെഡൽസും സമ്മാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീറ്റപ്പിന് എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക ഷെയർ ചെയ്ത് പൈസ എടുത്തിട്ടാണ് ഈ ഒരു മീറ്റപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഗൾഫിലുള്ളവർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ സ്പോൺസറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു സംഗമം വളരെ സന്തോഷകരമായിട്ടാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏത് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ ബൈ.